ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് നല്ല 8ൻ്റെ പണി കിട്ടിയ ദിവസമായിരുന്നു കേട്ടോ. ഉണ്ടാക്കിയ 2 കേക്കിലും നല്ല പണി കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയത് ഈ ഒരു ചോക്ലേറ്റ് എഗ്ലെസ് കേക്ക് ആയിരുന്നു കേട്ടോ. എഗ്ലെസ് കേക്ക് ഉണ്ടാക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് വലിയ താല്പര്യമില്ലാത്തൊരു കേക്കാണ്. പിന്നെ കസ്റ്റമർ പറയുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മളിത് ഓർഡർ എടുത്തു. 2 വട്ടം ബേക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് ഈ ഒരു നിലക്ക് എത്തിച്ചത്. അതായത് ഫസ്റ്റ് ബേക്ക് ചെയ്തെടുത്തു. അതെന്താ ലെയർ എനിക്ക് കറക്റ്റായി കിട്ടുന്നില്ല, ഇങ്ങനെ കേക്ക് തന്നെ പൊടിഞ്ഞു പോകുമായിരുന്നു. അപ്പം എഗ്ലെസ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്, ഓവർ സോഫ്റ്റ് ആയിരിക്കും കേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ എഗ്ലെസ് കേക്ക് വരുമ്പോൾ അങ്ങനെ ഓർഡർ എടുക്കാറില്ല കേട്ടോ. അങ്ങനെ അത് എങ്ങനെയൊക്കെയോ റെഡിയാക്കി എടുത്തു കേട്ടോ. പ്രത്യേകിച്ച് സ്ക്വയർ കേക്ക് നോർമൽ കേക്കിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഷേപ്പ് കിട്ടില്ല. അപ്പോൾ പിന്നെ എഗ്ലെസ്സിൽ ചെയ്തതിൻ്റെ ഒരു അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അങ്ങനെ നമ്മൾ ആ കേക്ക് റെഡിയാക്കി വെച്ചു കേട്ടോ. കേക്കൊക്കെ അടിപൊളിയായിരുന്നു എന്നാണ് റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഇതാ ഈ ഒരു കേക്കായിരുന്നു. ഇത് നമുക്ക് കസ്റ്റമർ നമ്മളെടുത്ത് 1.5 കിലോയിൽ 2 ടയറിൽ ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരത് വിളിച്ചിട്ടാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വാട്സപ്പിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. വാട്സപ്പിൽ ഒരു റെഫറൻസ് പിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു വാട്സപ്പിൽ മെസ്സേജ് നോക്കിയിട്ട് കേക്ക് അതേപോലെ ചെയ്തെടുത്തു. അതായത് തലേ ദിവസം കസ്റ്റമറിന് നമുക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മളാണെങ്കിൽ അന്ന് ഒരു പരിപാടിക്ക് പോയിക്കായിരുന്നു. അതായത് എൻ്റെ കസിൻ ബ്രദറിൻ്റെ നിക്കാഹിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. രാത്രി വൈകിയാണ് വീട്ടിലെത്തിയത്. നമ്മൾ ആ ഒരു വാട്സപ്പ് മെസ്സേജ് നോക്കി അതുപോലെ തന്നെ കേക്ക് ചെയ്തെടുത്തു. പിറ്റേ ദിവസം കാലത്ത് കസ്റ്റമർ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്, കേക്കിൻ്റെ ഫോട്ടോ ചോദിക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. പഠിച്ചോനെ ഇവർ 2 ടയർ ആയിട്ടില്ലേ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. എനിക്ക് ആകെ കിളിപ്പോയ അവസ്ഥയായി. കാരണം രാവിലെയാണ് ഇതുണ്ടായിരിക്കുന്നത്. ഞാൻ കസ്റ്റമറിനോട് വിവരം പറഞ്ഞു. അവർ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ അവരോട് ചോദിച്ചു 2 kg ആക്കാൻ പറ്റുമോ എന്നിട്ട്. അപ്പോൾ അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ കുറേ അവരോട് സോറിയൊക്കെ പറഞ്ഞു, എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വന്ന മിസ്റ്റേക്കാണ്, ഇങ്ങനെ ഉണ്ടാവാറില്ല എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു കേക്ക് അവർക്ക് റെഡിയാക്കി കൊടുത്തു. 2 kg അവർ 2 kg ആക്കിക്കോളാൻ പറഞ്ഞിട്ടോ. ഒന്നാമത്തെ കേസ് നമ്മൾ 1.5 kg ചെയ്യുമ്പോൾ കേക്ക് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല 2 ടയർ ചെയ്യുമ്പോൾ. അത് വേറെ വിഷയം. പക്ഷേ അത് 2 kg ചെയ്ത കാരണം അടിപൊളി കേക്കായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ. സംഭവം നമുക്ക് പണി കിട്ടിയതാണെങ്കിലും നമ്മുടെ കസ്റ്റമർ അടിപൊളി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കേക്ക് അടിപൊളിയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. നേരെ മറിച്ച് ഞങ്ങൾക്ക് 1.5 kg തന്നെ ചെയ്തു തരണം എന്ന് പറയുമ്പോൾ എനിക്ക് ഒന്നും എൻ്റെ മുന്നിൽ വഴി ഉണ്ടാവില്ല. ഞാനത് എന്താ ഞാൻ ചെയ്ത് കൊടുക്കുക എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അത്ര അടിപൊളി കസ്റ്റമർ ആയിരുന്നു. പിന്നെ ഈ കേക്ക് കഴിച്ചിട്ട് അവർ നല്ല അഭിപ്രായങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. നമുക്ക് വരുന്ന കസ്റ്റമേഴ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല കസ്റ്റമേഴ്സാണ്. നമുക്ക് ഒരു 99% അടിപൊളി കസ്റ്റമേഴ്സാണ് എൻ്റെ കസ്റ്റമേഴ്സ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇത് വന്നിട്ട് നമുക്ക് എൽസയുടെ തീമിലാണ്, ബ്ലാക്ക് ഫോറസ്റ്റിലാണ് കസ്റ്റമർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളെന്ന് പറയാം. പിന്നെ ഗീവ് അവേയുടെ കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് 5K ആവുന്ന അന്നാണ് നമ്മുടെ ഗീവ് അവേ അനൗൺസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും പോയിട്ട് ഗീവ് അവേയിൽ പങ്കെടുക്കുക. നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ചാനലിൽ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് ഗീവ് അവേ റൂൾസ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.